നമ്മൾ ചെന്ന് കാണുന്ന പല പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ചിലതിനൊക്കെ പരിഹാരം കാണാൻ നമ്മുടെ വാർത്താ ഇടപെടലിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി നൽകുന്ന നിമിഷമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ലോക്കൽ ഫോക്കസ്, വാർത്തകൾക്ക് പരിഹാരമുണ്ടാകുന്നത് വലിയ സന്തോഷമാണ്. ഇന്നലെ അധികൃതർക്ക് മുന്നിലേക്ക് എത്തിയ ഒരു വാർത്തയ്ക്ക് കൂടി പരിഹാരമാവുകയാണ്. കോഴിക്കോട് കുന്നമംഗലം ചേരിഞ്ചാൽ ഭാഗത്ത് നിരവധിയിടത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയായിരുന്നു. കുടിവെള്ളം മുടങ്ങുന്നത് മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങളിലടക്കം യാത്ര ചെയ്യുന്നവർക്ക് വലിയ അപകട സാധ്യതയായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം. ഇന്ന് വാട്ടർ അതോറിറ്റി അവിടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയിരിക്കുകയാണ്. സാനിയോ മനോമിയാണ് ഈ ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിലേക്ക്, അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വാർത്ത കൊണ്ടുവന്നത്. സാനിയോ മനോമി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇടപെടലാകണം വാർത്ത എന്നത് ഒരു ടാഗ് ലൈൻ മാത്രമല്ല, നമ്മളത് നിരവധി വാർത്തകളിലെ ഇടപെടലുകളിലൂടെ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാനിയോ ഇടപെട്ട ഈ വാർത്തയിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? സുജയ, വലിയ സന്തോഷമുണ്ട്. അതായത് 2 മാസത്തിനു മേലെയായി കുന്നമംഗലം വയനാട് റോഡിൽ, അതായത് ചേരിഞ്ചാൽ എന്ന് പറയുന്ന, കൃത്യമായി പറഞ്ഞാൽ ചേരിഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് 5-ലധികം ഇടങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആണ് ഇത്തരത്തിൽ പാഴാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമ്മുടെ വാർത്ത വന്നതിന് പിന്നാലെ ഇന്ന് ഉച്ചയ്ക്കാണ് വാട്ടർ അതോറിറ്റി ആ സ്ഥലത്തെത്തുകയും വാട്ടർ അതോറിറ്റി ജീവനക്കാർ സ്ഥലത്തെത്തുകയും പണി തുടങ്ങുകയും ചെയ്തത്. ക്ഷമിക്കണം, ആദ്യം ഈ 5 ഇടങ്ങളിലാണ് പൊട്ടിയിരിക്കുന്നത്. അതിൽ ആദ്യം ടൗൺ ഭാഗത്തുള്ള പൊട്ടലാണ് ഇന്ന് നന്നാക്കുന്നതെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇന്നലെ നമ്മൾ ലൈവിൽ കാണിച്ച ആ പ്രദേശത്തേക്ക് വരിക. അത് രണ്ടാമതാണ് നന്നാക്കുക. ശേഷം മറ്റ് 3 ഇടങ്ങളും കൂടി നന്നാക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ 5 ഇടങ്ങളും പൂർണ്ണമായും നന്നാക്കുകയും ഈ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു സഹായം എന്ന തരത്തിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈക്ക് യാത്രികർക്കടക്കം വലിയ അപകട സാധ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ആ സാഹചര്യം അടക്കം അവസാനിക്കുകയാണ്.